പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പിള്ളിൽ സ്വതന്ത്രനായി മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. UDFന്റെ വിജയത്തിനായി പ്രചാരണത്തിൽ രംഗത്തിറങ്ങുമെന്നും പാർട്ടിയോട് നീതികേട് കാണിക്കാനില്ല എന്നും എൽദോസ് കുന്നപ്പിള്ളിൽ പറഞ്ഞു. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ, അങ്ങനെ എൽദോസ് ഇത്തവണ ഒരു വിമത സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി UDFന് ഭീഷണിയായി രംഗത്തുണ്ടാവില്ല, തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവില്ല. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? ദിൽന, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങൾ, പ്രത്യേകിച്ച് എൽദോസ് കുന്നപ്പിള്ളിന് സ്ഥാനമില്ല, സീറ്റില്ല എന്ന കാര്യം വന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി വിരാമം ഇടുന്ന രീതിയിലാണ് എൽദോസ് നിലവിൽ മറുപടി വ്യക്തമാക്കുന്നത്. താൻ പാർട്ടിക്ക് ഒരിക്കലും നീതികേട് കാണിക്കില്ല, തന്നെ പാർട്ടിയാണ് ഇത്രത്തോളം വലുതാക്കിയത്, പാർട്ടി തന്ന സ്ഥാനങ്ങളും മാനങ്ങളും മാത്രമാണ് തനിക്കുള്ളത്, ആ സ്ഥാനത്തെക്കാൾ വലുത് തനിക്ക് മാനം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് തെറ്റായിട്ടൊന്നും ചെയ്യില്ല എന്ന് താൻ പറയുന്നത്. അമ്മയെ പോലെ തന്നെ വളർത്തിയ പാർട്ടിയാണ്, പാർട്ടിക്കൊപ്പം തന്നെ ഇനിയും തുടർന്ന് പ്രവർത്തിക്കും. സ്വതന്ത്രനായി മത്സരിക്കാനോ പാർട്ടിയോട് നീതികേട് കാണിക്കാനോ താനില്ല. പകരം പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി, UDFന്റെ വിജയത്തിന് വേണ്ടി വരുന്ന ദിവസങ്ങളിൽ പ്രചാരണ രംഗത്തുണ്ടാകും, റോഡ് ഷോകളിലടക്കം പങ്കെടുക്കും എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. AK ആന്റണി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച കണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും മാത്രമല്ല സീറ്റ് ചർച്ച നടന്ന സമയത്ത് തന്നെ പിന്തുണച്ചവർക്ക് എല്ലാവർക്കും നന്ദി നേരിട്ട് അറിയിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം തിരികെ പെരുമ്പാവൂരിലെത്തി നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന മനോജ് മൂത്തേടിന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകും. പാർട്ടിയെ ഒറ്റക്കെട്ടായി പെരുമ്പാവൂർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി താൻ ഇനിയും ഉണ്ടാകും എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. സീറ്റ് നിശ്ചയിച്ച സമയത്ത് തന്നെ പ്രവർത്തകരുമായി കൂടിയാലോചിച്ച തുടർ നീക്കങ്ങൾ എന്തെല്ലാം വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും പാർട്ടിയോട് നീതികേട് കാണിക്കില്ല, തന്നോട് പാർട്ടി ഒരു ഘട്ടത്തിൽ നീതികേട് കാണിച്ചു, പക്ഷെ പാർട്ടിയോട് നീതികേട് കാണിക്കില്ല, തന്നോട് അല്പം നേരത്തെയെങ്കിലും പറയാമായിരുന്നു, 2 മാസം മുമ്പെങ്കിലും പറയാമായിരുന്നു തനിക്ക് സീറ്റില്ല എന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വയമേ ഒഴിഞ്ഞു മാറി നിൽക്കാൻ താൻ തയ്യാറായേനെ. പക്ഷേ 1.5 കൊല്ലം നീണ്ട പ്രചാരണ വേളയിൽ ഒരു ഘട്ടത്തിൽ പോലും തന്നോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല, അത് ശരിയായിരുന്നില്ല എന്ന കാര്യമായിരുന്നു എൽദോസ് കുന്നപ്പിള്ളി പറഞ്ഞത്. പക്ഷേ എൽദോസിന്റെ പുതിയ നീക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിൽക്കുക, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിക്കെതിരെ ഒരു മത്സര രംഗത്തേക്ക് താനില്ല, പാർട്ടിക്ക് വേണ്ടി തുടർന്നും പ്രചാരണ രംഗത്തും തുടർ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും എന്ന കാര്യം ഊട്ടിയുറപ്പിച്ച് അദ്ദേഹം പറയുന്നത്. ലാൽ, സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ സ്വന്തം നിലയ്ക്ക് ഡൽഹി വരെ പോയി ചർച്ച നടത്തിയ മറ്റൊരു MLAയോ മറ്റൊരു നേതാവോ ഉണ്ടായിട്ടില്ല. ആ നിലയിൽ ശക്തമായി പെരുമ്പാവൂരിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഒടുവിൽ ഇപ്പോൾ പുറത്തിങ്ങനെയൊക്കെ പറയുമ്പോഴും എന്തെങ്കിലും ഒരു ഉറപ്പ് ധാരണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ? ഉറപ്പുള്ള ഒരു ധാരണയുടെ പുറത്തല്ല, അതിനേക്കാൾ ഉപരി എൽദോസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പെരുമ്പാവൂർ നഗരത്തിൽ ഉണ്ടായതാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പെരുമ്പാവൂരിൽ തന്നെ എൽദോസ് കുന്നപ്പിള്ളി തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തകരുടെ പ്രകടനം അടക്കം ഉണ്ടായതാണ്. എൽദോസിന് അത്രയധികം ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്ന കാര്യം ഇതിനോടകം തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ എൽദോസിന് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനം വന്നത്. ഒരു ഘട്ടത്തിൽ പകരം ചുമതല മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളത്തെ കോൺഗ്രസിനെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പകരം ചുമതല തനിക്ക് നൽകണം എന്നൊരാവശ്യം അദ്ദേഹം ഉന്നയിച്ചതായി ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷെ അദ്ദേഹം അതും നിഷേധിക്കുന്നുണ്ട്. തനിക്ക് പകരം ചുമതലകൾ വേണ്ട, പകരം തനിക്ക് പാർട്ടിയിൽ അംഗത്വം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം മാത്രം മതി എന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അത്തരം സ്ഥാനങ്ങളോ മറ്റോ ഇല്ലെങ്കിൽ പോലും പാർട്ടിയിൽ തുടർന്നും പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നേതാക്കളെ കണ്ടുകൊണ്ട് ബദൽ സംവിധാനം അല്ലെങ്കിൽ ബദൽ നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് AK ആന്റണിയെ സന്ദർശിക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് മറ്റ് പ്രമുഖ നേതാക്കളായ പലരെയും കണ്ട് സന്ദർശിച്ച് അദ്ദേഹത്തിന് കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഈ സീറ്റ് ചർച്ച നടന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ നൽകിയ എല്ലാവരെയും നേരിട്ട് കണ്ട് അദ്ദേഹം നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തനിക്ക് ഈ ഇലക്ഷനിൽ നേരിട്ട മാനഹാനിക്ക് പകരം സംവിധാനം അല്ലെങ്കിൽ പകരം നീക്കം എന്ന കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട് എന്നാണ് സൂചന. അത് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. എന്താണെങ്കിലും രാവിലെ 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ട് തന്റെ നിലപാട് തുടർന്നും അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്, കോൺഗ്രസിന്റെ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് എന്ന കാര്യങ്ങൾ കൂടി അറിയിക്കും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ലാൽ, രമേശ് ചെന്നിത്തലയാണ് എൽദോസിനു വേണ്ടി വളരെ കാര്യമായി ഈ സ്ഥാനാർത്ഥിത്തിനു വേണ്ടി ശ്രമിച്ച ഒരാൾ. പരസ്യമായി തന്നെ എൽദോസ് അർഹനാണ് എന്ന് രമേശ് ചെന്നിത്തല ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരുവനന്തപുരം യാത്രയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ മനോജ് മൂത്തേടത്തിന് വേണ്ടി എപ്പോൾ സജീവമായൊരു പ്രചാരണ രംഗത്ത് അദ്ദേഹം വരും?
ദിൽന, എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ പ്രമുഖനായ ഒരാൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഇത് കൂടാതെ AK ആന്റണിയുടെ റിപ്പോർട്ട് കൂടി എൽദോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൽദോസിനെ പിന്തുണച്ചുകൊണ്ട് AICCക്ക് മുന്നിലെത്തിയിരുന്നു. പ്രത്യേകിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള വ്യക്തി എന്ന രീതിയിൽ പെരുമ്പാവൂരിൽ പരിഗണിക്കേണ്ടത് എൽദോസിനെ തന്നെയാണ് എന്നുള്ളതായിരുന്നു AK ആന്റണിയുടെ റിപ്പോർട്ട്. ഇതിന് പുറമെയാണ് രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ ഒരാളെ മത്സരിപ്പിക്കുന്നെങ്കിൽ ആദ്യ പരിഗണന എൽദോസിന് നൽകണം എന്ന ആ കാര്യം ഉന്നയിച്ചത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും പ്രഥമ പരിഗണനയ്ക്ക് എടുക്കാതെ തന്നെയാണ് മറ്റൊരാളെ മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വം പോയത്. അതിന്റെ വിഷമം അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് വീട് വീടാന്തരം കയറി പെരുമ്പാവൂരിൽ ഈ സീറ്റിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. പക്ഷേ സീറ്റ് വിഭജനം അല്ലെങ്കിൽ സീറ്റിന്റെ ധാരണ കാര്യങ്ങൾ വന്ന സമയത്ത് എൽദോസിനെ തഴഞ്ഞുകൊണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മനോജ് മുത്തേറിന് സീറ്റ് നൽകിയാണ് ഉണ്ടായത്. അതിന്റെ നീരസം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വൈകാരികമായ പ്രതികരണം എൽദോസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് വിരാമം ഇട്ടുകൊണ്ടാണ് നിലവിൽ നാളെ വൈകിട്ട് പെരുമ്പാവൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പരിപാടിയിലും റോഡ് ഷോയിലും താൻ പങ്കെടുക്കും എന്ന കാര്യം കൂടി എൽദോസ് അറിയിച്ചിരിക്കുന്നത്. തന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള പാർട്ടി വിരുദ്ധ നടപടികളും ഉണ്ടാകില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിനോടൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കൂടി നേരിട്ട് കണ്ട് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അദ്ദേഹം AK ആന്റണി അടക്കമുള്ള ആളുകളെ കൂടി കണ്ട് തനിക്ക് തുടർന്നും മുന്നോട്ടുള്ള പിന്തുണ ഉറപ്പിക്കുക എന്നതുകൂടിയാണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി എൽദോസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം AK ആന്റണിയെ കണ്ട് വൈകിട്ടോടുകൂടി തിരികെ പെരുമ്പാവൂരെത്തി പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യമാണ് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.